ഹലോ പയ്യുവിളിക്കാർ. ഇന്ന് ലോകം മുഴുവൻ ഒരു മഹാമേളയുടെ ആവേശത്തിലാണ്. രാപ്പകലില്ലാതെ പ്രായഭേദമന്യേ അതിരുകളില്ലാതെ നമ്മയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ലഹരിയിലേക്ക് ലോകം ചുരുങ്ങിയിരിക്കുന്നു. അതാണ് ഫുട്ബോൾ. പച്ചപ്പിൽ മൈതാനത്ത് ആ പന്തുരുളുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പാണ് അതിനൊപ്പം ചലിക്കുന്നത്. ഒരു ഗോൾ വീഴുമ്പോൾ നമ്മൾ ആർത്തു വിളിക്കുന്നു. പ്രിയപ്പെട്ട ടീം തോൽക്കുമ്പോൾ നമ്മൾ കണ്ണീർ വാർക്കുന്നു. ഇതൊരു ലഹരിയാണ്. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഒരുമിപ്പിക്കുന്ന, സന്തോഷം തരുന്ന ഏറ്റവും മനോഹരമായ കായിക ലഹരി. എന്നാൽ ലോകം മുഴുവൻ ഈ ഫുട്ബോൾ ലഹരിയിൽ ആറാടി നിൽക്കുന്ന ഈ സുപ്രധാന നിമിഷത്തിൽ വളരെ ഗൗരവമേറിയ, ഭയപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കണ്ണു തുറക്കേണ്ടതുണ്ട്. നമ്മുടെ യുവതലമുറയെ, നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന യഥാർത്ഥ മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പടപ്പുറപ്പാടായി ഈ അവസരത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം. കൂട്ടുകാരെ, എന്താണ് ഫുട്ബോൾ നമുക്ക് തരുന്നത്? അത് സൗഹൃദമാണ്, ആരോഗ്യമാണ്, ലക്ഷ്യബോധമാണ്. മൈതാനങ്ങളിൽ ചോര നീരാക്കി പൊരുതുന്ന കളിക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും വഴികളാണ്. ഒരു കളി തോറ്റാൽ അടുത്ത കളിയിൽ എങ്ങനെ ജയിക്കാമെന്ന പോരാട്ട വീര്യമാണ് ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തോറ്റു പിന്മാറാതെ മുന്നോട്ട് ഓടാനുള്ള ഊർജമാണ് കായികം നമുക്ക് നൽകുന്നത്. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സുകളുടെയും ലോകം. അത് മനുഷ്യനെ തളർത്തുന്നു, ചിന്താശേഷി ഇല്ലാതാക്കുന്നു, താൽക്കാലികമായ എന്തോ ഒരു വ്യാജ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ മരണത്തിൻ്റെ ഇരുളറയിലേക്ക് തള്ളിയിടുന്നു. ഫുട്ബോൾ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ മയക്കുമരുന്ന് മനുഷ്യനെ ജീവനോടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഈ മാരക വിഷം പടർന്നു പിടിക്കുകയാണ്. ഒരു നിമിഷത്തെ കൗതുകത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നവർ ഓർക്കുക, നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ആയുസ്സും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിലൊഴുക്കുന്ന സ്വപ്നങ്ങളുമാണ്. ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കായിക രംഗത്തോളം വലിയൊരു ആയുധം വേറെയില്ല. ഒരു കുട്ടി കളിസ്ഥലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മയക്കുമരുന്നിൻ്റെ വഴിയിൽ നിന്നും ഒരുപാട് അകലെയാവുകയാണ്. കളിക്കളങ്ങൾ സജീവമാകുമ്പോൾ നമ്മുടെ നാടും ഉണരുകയാണ്. നമുക്ക് വേണ്ടത് ലഹരി വസ്തുക്കൾ തരുന്ന കൃത്രിമമായ സന്തോഷമല്ല, മറിച്ച് കളിക്കളങ്ങളിൽ വിയർപ്പൊഴുക്കി നേടുന്ന യഥാർത്ഥ സന്തോഷമാണ്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയുമൊക്കെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നത് മയക്കുമരുന്നിൻ്റെ ബലത്തിലല്ല, മറിച്ച് കഠിനമായ പരിശീലനവും കായികക്ഷമതയും കൊണ്ടാണ്. അവരെ റോൾ മോഡലുകളായി കാണുന്ന നമ്മുടെ തലമുറ അവരുടെ കളി മാത്രമല്ല മാതൃകയാക്കേണ്ടത്, അവരുടെ അച്ചടക്കമുള്ള ജീവിതം കൂടിയാണ്. മയക്കുമരുന്നിൻ്റെ വ്യാപാരികൾ നമ്മുടെ കുട്ടികളെ ലക്ഷ്യം വെച്ച് വല വിരിക്കുമ്പോൾ നമുക്ക് അവരെ മൈതാനങ്ങളിലേക്ക് തിരിച്ചുവിട്ട് സംരക്ഷിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഫുട്ബോൾ കാലം വെറുമൊരു ആഘോഷം മാത്രമല്ല, ഇതൊരു പ്രതിജ്ഞയുടെ സമയം കൂടിയാണ്. ഫുട്ബോളിനോടുള്ള നമ്മുടെ ഈ വലിയ ആവേശം ലഹരിക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിരോധ കോട്ടയായി മാറണം. ലഹരിയോട് പറയുക വേണ്ട എന്ന്, കളിക്കളമോട് പറയുക വരുന്നു എന്ന്. നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് ഈ സന്ദേശം ഉയരട്ടെ. ലഹരിയുടെ വഴിയിലേക്ക് നീളുന്ന കൈകളെ സ്പോർട്സിൻ്റെ ആവേശത്തിലേക്ക് നമുക്ക് പിടിച്ചുയർത്താം. ഒരു വീടും ഒരു കുടുംബവും തകരാൻ നമ്മൾ അനുവദിക്കരുത്. വരൂ, നമുക്കൊരുമിച്ച് അണിനിരക്കാം. ഫുട്ബോൾ ലഹരിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് മയക്കുമരുന്നെന്ന വിപത്തിനെ നമ്മുടെ നാട് കടത്താൻ നമുക്ക് കൈകോർക്കാം. ഈ പടപ്പുറപ്പാട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, വരും തലമുറയുടെ ജീവന് വേണ്ടിയാണ്. എല്ലാവർക്കും നല്ലൊരു ഫുട്ബോൾ കാലം ആശംസിക്കുന്നു. ലഹരിമുക്തമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ വരേക്കും. ബൈ.